കൺഗ്രാറ്റുലേഷൻസ്. ടീച്ചർ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ സന്തോഷത്തിൽ മധുരവും കഴിച്ചു. മോളെ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എന്റെ ഡയബറ്റീസ് കാരണം ലഡു ഒന്നും വൈഫ് വീട്ടിലോട്ട് കേട്ടത്തില്ലെന്നേ. പക്ഷെ ഇന്ന് ഞാൻ കഴിച്ചു. എന്തായാലും ഈ പരിചയപ്പെടുക എന്നുള്ള കടമ്പ കടന്നു കിട്ടിയല്ലോ. അലക്സേ, അതിങ്ങെടുത്തോ. അല്ല, എന്തിനാ വന്നത്? എനിക്ക് മനസ്സിലായില്ല. വന്നിട്ട് കുറച്ച് നേരം ആയിടോ മാഷേ. കാര്യമൊക്കെ പറയാന്ന് ഒന്ന് സമാധാനപ്പെട്. അല്ല പിന്നെ ഇങ്ങോട്ടാ. മോളെ ഇതൊന്ന് പിടിച്ചേ. ഏയ്, എന്താ ഇത്? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഇത് വാങ്ങിച്ചേ മോളെ. പിടിക്ക്. മോളെ അമ്മയൊക്കെ ആവാൻ പോവല്ലേ, അതിന്റെ സന്തോഷത്തിനാണെന്ന് വെച്ചോ. പിടിക്കുമോളെ, പിടിക്കുമോളെ, പിടിക്ക്. ഇത്രയേ ഉള്ളൂ. ഗിരീഷ് മാഷിനെ പോലെ മിടുക്കനായ ഒരു ആൺകുട്ടിയായിരിക്കും നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നത്. അല്ല, മോളുടെ ആഗ്രഹം ഒരു കുട്ടി ഗിരീഷ് അല്ലേ? കുട്ടിയാണായാലും പെണ്ണായാലും ഞങ്ങൾക്കുള്ളതല്ലേ. അത് ഞങ്ങൾ നോക്കിക്കോളാം സർ. അയ്യോ, ഞാനൊരു പ്രവചനം പോലെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എനിക്കേ 2 പെൺകുട്ടികളാ. പെണ്ണാ വീടിന്റെ വിളക്ക്. പിന്നെ ഇതിനകത്തൊരു സ്വർണ്ണ കോയിനുണ്ട്. അത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനുള്ള പ്രത്യേക സമ്മാനാ. സാറേ, സാർ വന്ന കാര്യം പറഞ്ഞില്ല. എന്തിനാ എന്നെ കാണാൻ വന്നത്? ഞാൻ കാര്യം പറയാം. രാമപുരത്തെ KK ഗ്രൂപ്പ് ഒരു പ്ലാന്റ് കൊണ്ടുവരുന്നുണ്ട്. ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ്. രാമപുരത്ത് വിളപ്പിൻകോടാ പ്ലാന്റ്. 100 പേർക്ക് പ്രത്യക്ഷമായും 5000 പേർക്ക് പരോക്ഷമായും തൊഴിൽ കിട്ടും. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാല് വികസന വിരോധികളായ ചിലര് അവിടെ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നെന്ന്. പ്ലാന്റ് വരാൻ സമ്മതിക്കില്ല എന്ന്. അതെന്ത് കഷ്ട. അന്തരീക്ഷ മലിനീകരണം വരും പോലും. ഗിരീഷ് മാഷിന്റെ KDF-ലെ പരിസ്ഥിതി ഗ്രൂപ്പാ പ്രധാനമായി ഇത് പൊക്കിക്കൊണ്ടുവരുന്നത്. മാത്രമല്ല, വിളപ്പിൻകോട് എന്ന് പറഞ്ഞാൽ സിറ്റിയിൽ നിന്ന് എത്ര കിലോമീറ്റർ അപ്പുറത്താ. അതുപോലെ അത്യാധുനിക മെഷീനാ പ്രോസസിങ്ങിനായി ഉപയോഗിക്കുന്നത്. ഞാൻ വന്നത് എന്താന്ന് വെച്ചാ, മാഷ് കാര്യങ്ങൾ മനസ്സിലാക്കണം. പരിസ്ഥിതി ഗ്രൂപ്പുകളിലൊക്കെ മാഷിനൊരു സ്ഥാനമുണ്ടല്ലോ. മാഷ് പറഞ്ഞ അവർ കേൾക്കും. ഒന്ന് കൂടെ നിൽക്കും മാഷേ.